Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയം പോകുന്നത്? ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹോപ്പ് ലൈഫിനെ പറ്റി, സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ വെക്കാം. കാരണം എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്നതും ആ ഒരു സ്ട്രോങ് ഹോപ്പ് ആണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. കാരണം നിങ്ങളെ റൈറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഹോപ്പ് വെക്കുക. ചില കാര്യത്തിന് നിങ്ങൾ ശ്രമിക്കുന്ന ചില കാര്യത്തിനായിരിക്കാം, മേ ബി നിങ്ങളുടെ ജോബ് ആയിരിക്കാം, എക്സാം, ഓർ നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ളൊന്നും തോന്നണം എന്നില്ല. ഈവൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഐ എം ഓൾസോ ഹിയറിംഗ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഓക്കെ, ഓർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഒരു നല്ലൊരു ഹോപ്പ് നിങ്ങൾ വെക്കുക. കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് തന്നെ സംഭവിക്കുന്നുള്ള ഒരു ഹോപ്പ് വളരെ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, കാരണം സിറ്റുവേഷൻസ് ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് തന്നെ വരും. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഹെൽത്തി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കത് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ചില ആക്ഷൻസ്, ചില കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ ലവ് റൊമാൻറ്റിക് സിറ്റുവേഷനിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് കുറച്ചുകൂടെ ഇന്റിമസിയിലേക്ക് വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് ഓർ ചില കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങളുടെ ഒരു ഇന്റിമസി കൊണ്ട്, നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ഒരു ഹോപ്പ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ എനർജി കുറെ കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ചില ആളുകളോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണം, എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ പുറത്തേക്ക് വരണം, എസ്പെഷ്യലി നിങ്ങളുടെ ഫീലിങ്സ് പുറത്തേക്ക് വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചിലത് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എവിടെ നിന്നിട്ടാണോ നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആയി പോകുന്നത്, നിങ്ങൾക്ക് ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നത്, അവിടുന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അവർ നിങ്ങൾക്ക് തോന്നാണ് ചില പ്ലേസിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ട് പറയാം. ഓക്കെ, കാരണം നിങ്ങൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തോ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ സ്നേഹം, നിങ്ങളൊരു സിറ്റുവേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു ചേഞ്ചസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഓർ ഏത് വ്യക്തിയുമായിട്ടാണോ അവരായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ വർക്ക് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, വർക്ക് പ്ലേസിൽ നിങ്ങൾ അങ്ങനെ തുറന്ന് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ആവുന്നുണ്ട്. ഓൾറൈറ്റ്, what you need to hear right now. Alright, സോ ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഓക്കെ, സോ ചിലത് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് സാക്രിഫൈസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വയം എടുത്തിട്ടുള്ള ചില സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, സ്വയം മാറി നിന്നിട്ടുള്ള പ്ലേസ് ആയിരിക്കാം. ഓൾറൈറ്റ്,
സോ നിങ്ങൾക്ക് ഒരു ടൈമിൽ നിങ്ങൾക്ക് അതൊരു സാക്രിഫൈസ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരിക്കണം. ബട്ട് ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും സന്തോഷമില്ലാത്തൊരു പ്ലേസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അവിടെ എന്ത് റോൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന എന്ത് റോൾ ആണെന്നുണ്ടെങ്കിലും എന്ത് പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ബ്രേക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കാം. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് റീകണക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ചിലതൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ ആക്ഷൻസ് എടുത്താലോ ഒന്നും മാറില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹോപ്പ് നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സോ നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആണ്, ചില ആളുകൾക്ക് ജോബ് ആണ്. ഓക്കെ, സോ ജോബിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ടു റീകണക്ട് ദ റൈറ്റ് ജോബ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു റൈറ്റ് പൊസിഷനിലേക്ക് വരാൻ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഇതുപോലത്തെ മാറ്റങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളതല്ല. അത് ജോബ് മാറുന്നതാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ഒന്ന് മാറി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റീകണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആണ്. അവിടെ സാക്രിഫൈസ് ആണെന്നുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കമോൺ, ആരോടൊക്കെയോ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ഈഗോ കാരണം ആരോടെങ്കിലും അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഫീലിങ്സ് ഉണ്ടായിരിക്കണം, സംസാരിക്കണം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളുടെ ഈഗോ കാരണം നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് യു. ഓക്കെ, കാരണം നിങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്ച്വലി ചെയ്യുന്നത്, നിങ്ങളാണ് ആക്ച്വലി ഇതുപോലത്തെ മാറ്റങ്ങൾ വരുത്തുന്നത്. ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ഒട്ടും ആഗ്രഹിക്കാത്ത ആളുകളെ പോയി ഡിസ്റ്റർബ് ചെയ്യാനല്ല പറയുന്നത്, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ചിലത് നിങ്ങളായിട്ട് എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അതൊന്നും നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ചില ആളുകള് നിങ്ങളുടെ ലൈഫില് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന, അംഗീകരിക്കാൻ തോന്നുന്ന. അത് മേ ബി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും രീതിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ഈവൻ ലൈക്ക് അതായിരിക്കും മേ ബി നിങ്ങളെ ചില ആളുകൾ റീകണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആളുകളുടെ വർത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈഗോ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, അവരായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് അത്ര നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റീകണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സോ നിങ്ങൾക്കുള്ള മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് അഗൈൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ചിലത് നിങ്ങൾ എടുക്കുന്ന ചില കറേജ് ആണ്. ഓക്കെ, നിങ്ങൾ ചില ആക്ഷൻസ് എടുത്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്നും ഇല്ലാത്തൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേജറായിട്ട് നിങ്ങളുടെ പൊസിഷനിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, കരിയർ സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ, നിങ്ങളൊരു സെൽഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പൊസിഷനിൽ ഒരുപാട് ചേഞ്ചസ് മാറ്റങ്ങൾ വരുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ പുതിയ എക്സ്പീരിയൻസ്, പുതിയ നോളേജ്, പുതിയ ഇൻസൈറ്റ്, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഇൻസൈറ്റ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചിലത് നിങ്ങളുടെ ആക്ഷനിൽ കൂടെ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. അത് ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് യെസ് ഓർ നോ വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചിലത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കാണാൻ
ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ചില കാര്യങ്ങള്, നിങ്ങൾക്ക് അത്ര സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരുപാട് ഇൻസ്പയർഡ് ആവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വേണം എന്നുള്ളൊരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓൾ ഓഫ് സഡൻ നിങ്ങൾ ചിലത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾക്ക് ചില വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ആക്ഷൻസ് എടുക്കാൻ തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഈഗോ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു കോംപ്രമൈസ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ സ്വയം വരുന്നുണ്ട്. സോ നിങ്ങൾ അത്ര കാലമായിട്ട് ചില സിറ്റുവേഷനിലൊക്കെ സ്റ്റബേൺ ആയിട്ടോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ഈവൻ ചില സിറ്റുവേഷനിൽ അങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് നിന്നിട്ടുള്ള പ്ലേസും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതും ആയിരിക്കാം. ഓക്കെ, അത് റൈറ്റ് ആയിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നിങ്ങളൊന്നും അവിടെ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് ഉണ്ടാവുന്നില്ല. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഒരു പൊസിഷനൊക്കെ പോയി, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പൊസിഷൻ പോയി, ഒരാളുടെ ലൈഫിലായിരിക്കാം അത്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം, ഈവൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതിലേക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ലൈഫിൽ അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ഈവൻ നിങ്ങളുടെ കൂടുതലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആരാണോ അത്ര സപ്പോർട്ടീവ് ആയിട്ട് ഒരു ടൈമിൽ നിന്നിട്ടുള്ളത് ഒന്ന് അവരൊക്കെ ജസ്റ്റ് റീകണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഓൾറൈറ്റ്, ജോബ് പ്രൊമോഷനൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ വർക്ക് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പൊസിഷന് വേണ്ടിയിട്ട്, കരിയറിൽ ഒരു പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഡിസേർവ് ആയിരിക്കാം. ഈവൻ അവിടെ വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വന്നിട്ടുണ്ടാവില്ലേ കുറച്ച് മുൻപ് വരെ. ഓക്കെ, പക്ഷെ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ആ ഒരു നഷ്ടം എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ചില ചേഞ്ചസ്, പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഓർ നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ ഇതുവരെ നിങ്ങൾക്ക് ഇല്ല, ഇനിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് വേറെ ഒരാൾക്ക് കിട്ടി, എന്ത് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, നിങ്ങൾ വെരി സൂൺ ഓർ മേ ബി വിത്തിൻ എ വീക്ക് ടൈം ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു 2 weeks ടൈം, അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ചില വർക്ക് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ സെലക്റ്റഡ് ആവുന്നതായിരിക്കാം, നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവുന്നതായിരിക്കാം, ഓർ മേ ബി ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൽ തന്നെ മേ ബി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് ഗ്രാൻഡഡ് ആയിട്ട് പെർമിഷൻ ഗ്രാൻഡ് ആവുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് തോന്നാണ് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ അങ്ങനത്തെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, നിങ്ങൾ അത് എവിടെയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ലൈഫിന്റെ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഈവൻ അത് ചില ആളുകൾക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് മേ ബി നിങ്ങൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അത് എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യത്തിലേക്ക് നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, അത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, ഇതാണ് ഞങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.